ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. മെയിൻലി ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി റിസോഴ്സസ്. അപ്പോൾ അതിൻ്റെ പല ടൈപ്പ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് CHP സിസ്റ്റംസ്, കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ സിസ്റ്റംസ്. മറ്റൊന്ന് PV, സോളാർ ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം. വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം, WECS. Small scale hydroelectric power generation, then storage devices, batteries, ultra capacitors and flywheels. Then രണ്ടാമത്തെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന മൈക്രോഗ്രിഡിൻ്റെ കൺട്രോളാണ്. സെൻട്രൽ കൺട്രോളർ ആൻഡ് മൈക്രോ സോഴ്സ് കൺട്രോളർ. മൈക്രോ സോഴ്സ് കൺട്രോളേഴ്സിൻ്റെ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ കൺട്രോൾ, വോൾട്ടേജ് കൺട്രോൾ, ദെൻ സ്റ്റോറേജ് റിക്വയർമെൻറ്റ് ഫോർ ഫാസ്റ്റ് ലോഡ് ട്രാക്കിംഗ്, ലോഡ് ഷെയറിംഗ് ത്രൂ പവർ ഫ്രീക്വൻസി കൺട്രോൾ. അപ്പോൾ ഇത്രയാണ് അതിൽ നമുക്കതിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് വരുന്നത്. നൗ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി റിസോഴ്സസ്. നമുക്കറിയാമല്ലോ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജീസ്, ഇലക്ട്രിസിറ്റി ജനറേറ്റേഴ്സാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻ DG സിസ്റ്റംസ് അല്ലെങ്കിൽ മൈക്രോഗ്രിഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, DER എന്ന പേരിൽ, മൈക്രോ സോഴ്സസ് എന്ന പേരിൽ പറയുന്നത്. നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ മൈക്രോഗ്രിഡ്സിൽ നമ്മളിത് യൂസ് ചെയ്യുന്നതോടുകൂടെ നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ ആയിട്ടുള്ള, അതിൻ്റെ പ്രത്യേകത എന്താണ്, നോൺ കൺവെൻഷണലിൻ്റെ പ്രത്യേകത ലോ കാർബൺ ജനറേഷൻ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പൊല്യൂഷൻസ് ഒരുപാട് കുറക്കാൻ പറ്റും. ആൻഡ് ഹൈ എഫിഷ്യൻസി. പിന്നെ എഫിഷ്യൻസിയെ കൂട്ടുന്നത് എങ്ങനെയാണ്, കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ സിസ്റ്റം, CHP സിസ്റ്റംസ് യൂസ് ചെയ്യുന്നതോടെ. CHP സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ കാർബൺ ജനറേഷൻ വളരെയധികം കുറക്കാനും പറ്റും. എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ, നമുക്ക് കൂടുതൽ ക്ലീൻ ആയിട്ടുള്ള പവറിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഏതൊക്കെയാണ് എനർജി റിസോഴ്സസ് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് CHP സിസ്റ്റത്തെ പറ്റിയാണ്. CHP അല്ലെങ്കിൽ കോ ജനറേഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ്റെ കൂടെ തന്നെ നമുക്ക് ഹീറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ ജനറേഷൻ ആണ് ബൈ ദി യൂട്ടിലൈസേഷൻ ഓഫ് വേസ്റ്റ് ഹീറ്റ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. Now to capture and use the byproduct heat locally for domestic and industrial. ഹീറ്റിംഗ് പർപ്പസിന് വേണ്ട ഹീറ്റിന് എന്ത് ചെയ്യാണ്, ഒരു ബൈ പ്രൊഡക്റ്റ് പോലെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇതിനെ ട്രൈ ജനറേഷൻ അല്ലെങ്കിൽ പോളി ജനറേഷൻ എന്ന് പറയാറുണ്ട്. ഇലക്ട്രിസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റെ കൂടെ കൂളിംഗ് ഇഫക്റ്റിനെയും അത് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ഓവറോൾ എഫിഷ്യൻസി മോർ ദാൻ 80% ആണ്. കാരണം വേസ്റ്റ് കുറവാണ്. ആ വേസ്റ്റ് നമുക്ക് ഹീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഹീറ്റ് യൂട്ടിലൈസ്ഡ് ലോക്കലി, അപ്പോഴാണ് അത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് മാറുന്നത്. നൗ ഇറ്റ് ഈസ് കൂടുതലും ലൊക്കേറ്റഡ് ക്ലോസ് ടു ദി ഹീറ്റ് ലോഡ്സ് ആണ്, റിമോട്ട്ലി ഫ്രം ദി ഇലക്ട്രിക്കൽ ലോഡ്സ്. അതായത് ഇലക്ട്രിക്കൽ ലോഡ്സിനേക്കാളും കൂടുതൽ ഹീറ്റ് ലോഡ്സ്. കാരണം എപ്പോഴും ട്രാൻസ്ഫർ, നമുക്കൊരു ഇലക്ട്രിസിറ്റിയെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. അതേസമയം ഹീറ്റിനെ അതേപോലെ കൊണ്ടുപോകാൻ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ ഹീറ്റ് ലോഡ്സിൻ്റെ അടുത്താണ് എപ്പോഴും നമ്മൾ പിന്നെ ഇത് ഉപയോഗിക്കാറുള്ളത്. ഡിസ്ട്രിക്ട് ഹീറ്റിംഗ് സിസ്റ്റംസ് ഓഫ് ബിഗ് ടൗൺസ്, ഹോസ്പിറ്റൽസ്, പ്രിസൺസ്, ഓയിൽ റിഫൈനറീസ്, പേപ്പർ മിൽസ്, ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് വിത്ത് ലാർജ് ഹീറ്റ് ലോഡ്സ്. ഇവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഹീറ്റ് ലോഡ്സ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. നൗ CHP സിസ്റ്റത്തിൽ മൈക്രോ CHP സിസ്റ്റംസ് ഉണ്ട്. അതിൻ്റെ പാർട്സ് എന്ന് വരുന്നത് IC എൻജിൻസ്, സ്റ്റിർലിംഗ് എൻജിൻസ്, മൈക്രോ ടർബൈൻസ്, ഫ്യൂൽ സെൽസ്. ആ ഫ്യൂൽ സെൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂൽ സെൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൗ മൈക്രോ CHP സിസ്റ്റം എന്ന് പറയുന്നത് നോർമലി ഉള്ള ഒരു CHP സിസ്റ്റമായിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ലാർജ് ഇൻഡസ്ട്രിയൽ CHP യൂണിറ്റ്സ് എപ്പോഴും ഇലക്ട്രിസിറ്റിയെ പ്രൈമറി പ്രൊഡക്റ്റായിട്ടും ഹീറ്റിനെ സെക്കൻഡറി പ്രൊഡക്റ്റുമായിട്ടാണ്. അതേസമയം CHP സിസ്റ്റംസ് ജനറേറ്റ് ഹീറ്റ് ആസ് ദി പ്രൈമറി കമോഡിറ്റി വിത്ത് ഇലക്ട്രിസിറ്റി ആസ് ബൈ പ്രൊഡക്റ്റ്. ഇലക്ട്രിസിറ്റിയെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നൗ എനർജി ജനറേഷൻ ഓഫ് മൈക്രോ CHP സിസ്റ്റം ഈസ് മെയിൻലി ഡിക്റ്റേറ്റഡ് ബൈ ദി ഹീറ്റ് ഡിമാൻഡ് ഓഫ് ദി എൻഡ് യൂസേഴ്സ്. ഹോംസ് അല്ലെ സ്മോൾ കൊമേഴ്സ്യൽ ബിൽഡിങ്സിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊരു കപ്പിൾഡ് ടു സിംഗിൾ ഷാഫ്റ്റ് ഹൈ സ്പീഡ് പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രോണസ് മെഷീൻ. ഹീറ്റ് റിക്കവറി സിസ്റ്റം ഫോർ ലോ ആൻഡ് മീഡിയം ടെമ്പറേച്ചർ ഹീറ്റ് എക്സ്ട്രാക്ഷൻ. റിലയബിൾ ആണ്, റോബസ്റ്റ് ആൻഡ് ചീപ്പ്. ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് 10 to 100 kilowatt ആണ്. പ്രൈമറി ഫ്യൂവൽ നാച്ചുറൽ ഗ്യാസ്, പ്രൊപ്പൈൻ അല്ലെങ്കിൽ ലിക്വിഡ് ഫ്യൂവൽ. അതിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഒരു പ്രൊസീജിയറാണ്. എയർ എടുത്തതിന് ശേഷം കംപ്രസറിലൂടെ പാസ് ചെയ്യുന്നു, ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ, ദെൻ കമ്പസ്റ്റൻ ചേമ്പറിലൂടെ പാസ് ചെയ്യുന്നു, പ്ലസ് ഫ്യൂലുമായിട്ട് അത് അവിടെ വെച്ച് എന്ത് ചെയ്യാണ്, ചേരുകയും കമ്പസ്റ്റൻ ഗ്യാസസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടർബൈനെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ജനറേറ്റർ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ടിനെ ജനറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഓപ്പറേഷൻ ഒന്ന് ഓരോന്നായിട്ട് പറയുന്നുണ്ട് ഇവിടെ. പ്രഷർ ഓഫ് ദി ഇൻകമിങ് എയർ ഈസ് റൈസ്ഡ്.
ആഫ്റ്റർ പാസിംഗ് ത്രൂ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത്, കംപ്രസറിലൂടെ ആദ്യം പാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എയർ എടുക്കുക, എയർ ഇൻടേക്ക്, ദെൻ കംപ്രസറിലൂടെ പാസ് ചെയ്തിട്ട് ഹൈ പ്രഷറിലുള്ള പിന്നെ എന്ത് ചെയ്യാണ് ഇൻകമിങ് എയർ പാസിംഗ് ത്രൂ ദിസ് കംപ്രസർ. ഈ കംപ്രസ്ഡ് എയർ എന്ത് ചെയ്യാണ് ദെൻ ടു ഹീറ്റ് എക്സ്ചേഞ്ചർ. അതാണ് അടുത്തത്, ത്രൂ ഹീറ്റ് എക്സ്ചേഞ്ചർ, സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ എയറിനെ ഇൻടേക്ക് കംപ്രസറിലൂടെ പാസ് ചെയ്തു, ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെയാണ് നെക്സ്റ്റ് പാസ് ചെയ്യുന്നത്. ആ സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ്. നൗ ദിസ് ഹോട്ട് കംപ്രസ്ഡ്, അപ്പോൾ ആദ്യം എയർ എടുത്തു, അതിനെ കംപ്രസ് ചെയ്തു, അതിനെ ടെമ്പറേച്ചറിന് ഇൻക്രീസ് ചെയ്തിട്ട് ഹോട്ട് കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ എൻറ്റേഴ്സ് ദി കമ്പസ്റ്റൻ ചേമ്പർ, കമ്പസ്റ്റൻ ചേമ്പറിലൂടെ പാസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കമ്പസ്റ്റൻ ചേമ്പർ. സോ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദിസ് കമ്പസ്റ്റൻ ചേമ്പർ. ഇറ്റ് ഈസ് മിക്സഡ് വിത്ത്, അവിടെ വെച്ചാണ് ഫ്യൂവൽ ആൻഡ് ബേൺഡ്, ഫ്യൂവലുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അതാണ് കമ്പസ്റ്റൻ ചേമ്പറിൽ ഫ്യൂവൽ പ്ലസ് ഫ്യൂവലുമായിട്ട് മിക്സ് ചെയ്യുന്നു. ദെൻ കമ്പസ്റ്റൻ ഗ്യാസസ്, ഇറ്റ് ഈസ് ബേൺഡ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഹൈ ടെമ്പറേച്ചറിലുള്ള കമ്പസ്റ്റൻ ഗ്യാസസ് ആർ എക്സ്പാൻഡഡ് ഇൻ ദി ടർബൈൻ. ദെൻ ടർബൈനിലേക്കാണ് അത് പാസ് ചെയ്യുന്നത്, ആർ എക്സ്പാൻഡഡ് ഇൻ ദി ടർബൈൻ. ദെൻ ദി നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ടർബൈൻ, എക്സ്പാൻഡഡ് ഇൻ ദി ടർബൈൻ, വിച്ച് ഇൻ ടേൺ ഡ്രൈവ്സ് ദി പെർമനന്റ്. എന്ത് ചെയ്യുന്നു, ഈ ഹൈ ടെമ്പറേച്ചറിലുള്ള കമ്പസ്റ്റൻ ഗ്യാസസ് ആണ് എന്തിനെ ഈ പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രോണസ് മെഷീനെ ഡ്രൈവ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ പവറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേജസും അവിടെ കംപ്ലീറ്റ് ആയി. എയർ ഇൻടേക്ക് കംപ്രസറിലൂടെ പാസ് ചെയ്തു, ഈ കംപ്രസ്ഡ് ആയിട്ടുള്ളതിനെ ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ പാസ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ദെൻ കമ്പസ്റ്റൻ ചേമ്പറിൽ ഫ്യൂവലുമായിട്ട് മിക്സ് ചെയ്തു. ആ കമ്പസ്റ്റൻ ഗ്യാസസ് ടർബൈനിലേക്ക് കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യാണ്, ജനറേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഔട്ട്പുട്ട്, ഇങ്ങനെ ഉണ്ടാകുന്നത് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും അല്ലെ. നോർമലി നമ്മളൊരു റിന്യൂവബിൾ ആയിട്ടുള്ള നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെയുള്ള മെഷീൻ എന്ന് പറയുന്നത് പിന്നെ നോർമലി നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെഷീൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻസി വളരെ കൂടുതലായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പവർ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആദ്യം ഇതിനെ റെക്ടിഫയർ എന്ത് ചെയ്യാണ്, DC ആയിട്ട് കൺവേർട്ട് ചെയ്തു യൂസിങ് എ റെക്ടിഫയർ, ആൻഡ് ദെൻ ദിസ് DC വോൾട്ടേജ് ഈസ് റീകൺവേർട്ടഡ് ടു എന്താണ് AC ബൈ യൂസിങ് എൻ ഇൻവെർട്ടർ. അതിനുശേഷം ഇതിനെ 50 to 60 ഹെർട്സ് ഫ്രീക്വൻസി, 50 or 60 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള ഒരു പിന്നെ സപ്ലൈയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ACR ആയതുകൊണ്ട് നമ്മളെപ്പോഴും നിയർ ഹീറ്റ് ലോഡ്സിലാണ് അതിനെ പ്ലേസ് ചെയ്യുന്നത്. എനർജി ഒപ്റ്റിമൽ പ്ലേസ്മെന്റ്, അതൊരു എനർജി ഒപ്റ്റിമൽ പ്ലേസ്മെന്റ് ആണെന്ന് പറയാം. CHP പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹീറ്റ് ലോഡ്സിന്റെ അടുത്ത് വെക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴും ഒപ്റ്റിമലി നമുക്ക് എനർജി കൂടുതൽ ഒപ്റ്റിമലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Now it is mix of the waste heat, waste and non waste heat. Waste heat ഉണ്ടാവാം, നോൺ വേസ്റ്റ് ഹീറ്റ് ഉണ്ടാവാം. മൊത്തത്തിലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻഡ് ജനറേഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി വഴി നമുക്ക് ഇതിൻ്റെ പിന്നെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഓരോന്നായിട്ട് പറയുന്നുണ്ട്. IC എൻജിൻസ് എന്താണ്, ഈ IC എൻജിൻസിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഈ ഒരു കാര്യങ്ങൾ അത്രത്തോളം നമുക്ക് ചോദിക്കാറില്ല, ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. ദെൻ സ്റ്റിർലിംഗ് എൻജിൻസിനെ പറ്റി പറയുന്നുണ്ട്, എന്താണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്നുള്ളത്, സ്റ്റിർലിംഗ് എൻജിൻ്റെ പ്രോസസ്സസ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം, അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നൗ ആ പല ടൈപ്പ് ഓഫ് സ്റ്റിർലിംഗ് എൻജിൻസ്, ആൽഫ സ്റ്റിർലിംഗ്, ബീറ്റ സ്റ്റിർലിംഗ് ആൻഡ് ഗാമ സ്റ്റിർലിംഗ് എൻജിൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ആ മൈക്രോ CHP സിസ്റ്റത്തിൽ വരുന്നതാണ്. നമ്മൾ ആദ്യത്തെ ഒരു പിന്നെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റേണൽ IC എൻജിൻസിനെ പറ്റി പറഞ്ഞു, സ്റ്റിർലിംഗ് എൻജിൻസിനെ പറ്റി പറഞ്ഞു. ദെൻ മൈക്രോ ടർബൈൻസിനെ പറ്റിയായിരിക്കും പിന്നെ അടുത്ത് പറയുന്നത്. മൈക്രോ ടർബൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസ് ടർബൈൻസ് ഔട്ട്പുട്ട് 25 to 300 രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ ഇതൊരു സിംഗിൾ ഷാഫ്റ്റ് മൈക്രോ ടർബൈൻസ് ആയിട്ടോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഷാഫ്റ്റ് മൈക്രോ ടർബൈൻസ് ആയിട്ടോ വരാം. മനസ്സിലായല്ലോ. സിംഗിൾ ഷാഫ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിങ്ക്രോണസ് മെഷീൻ വിത്ത് കംപ്രസർ ആൻഡ് ടർബൈൻ മൗണ്ടഡ് ഓൺ ദി സെയിം ഷാഫ്റ്റ്. ഈ സിങ്ക്രോണസ് മെഷീൻ വിത്ത് ദി കംപ്രസർ ആൻഡ് ദി ടർബൈൻ എല്ലാം ഒരൊറ്റ ഷാഫ്റ്റിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. നൗ ആൾട്ടർനേറ്റീവ് ഇസ് ഡയറക്ട്ലി കപ്പിൾഡ് ടു ദി ടർബൈൻ. റോട്ടർ ഒന്നുകിൽ 2 pole or 4 pole ആണ്. ആൻഡ് ടർബൈൻ സ്പീഡ് റേഞ്ചസ് ഫ്രോം 50,000 to, അപ്പോൾ അത്രയും ഹൈ സ്പീഡിലാണ് അത് റൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പവർ ഫ്രീക്വൻസി അത്രയും കൂടുതലുള്ള ഒരു പവർ ആയിട്ടായിരിക്കും. നൗ ദിസ് ഈസ് സ്പ്ലിറ്റ് ഫേസിലാകുമ്പോൾ പവർ ടർബൈൻ ഓപ്പറേറ്റിംഗ് 3000 RPM. അപ്പോൾ നമുക്ക് ഡയറക്ട്ലി 50 Hz തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ആൻഡ് എ കൺവെൻഷണൽ ജനറേറ്റർ കണക്റ്റഡ് വയ ഗിയർ ബോക്സ്. ആ ഗിയർ ബോക്സ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പീഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഗിയർ ബോക്സ് കണക്റ്റഡ് ആണെന്നുള്ളതാണ് ഈ സ്പ്ലിറ്റ് ഫേസിന്റെ സ്പ്ലിറ്റ് ഷാഫ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ബാക്കി നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് എയർ ഇൻലെറ്റ് ഇത് വരുന്നതാണ്. കംപ്രസറിലൂടെ എയർ വന്നു. നേരത്തെ പറഞ്ഞ പ്രോസസ്സസ് ഒക്കെ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്.
ഇനി യൂസർക്ക് ആവശ്യമുള്ള ഹീറ്റ് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിംഗിൾ ഷാഫ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി കൂടുതലുള്ള ഒരു പവറിനെ ആയിരിക്കും. അപ്പോൾ റെക്ടിഫയറിലേക്ക് കൊടുത്ത് DC ആക്കി അതിനെ വീണ്ടും AC ആക്കിയിട്ടാണ് ഒരു ഇലക്ട്രിക് പവർ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നത്. അപ്പം ഇത് ഇലക്ട്രിക് പവറും കൊടുക്കുന്നുണ്ട്, ഇവിടെ തന്നെ ഹീറ്റും കൊടുക്കുന്നുണ്ട്. അതാണ് CHP സിസ്റ്റം എന്ന് പറയുന്നത്. അതിലുള്ള സിംഗിൾ ഷാഫ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ തന്നെ ഒരു സ്പ്ലിറ്റ് ഷാഫ്റ്റ് സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ കൊടുത്തിരിക്കുന്ന എയർ ഇൻലെറ്റ് ബാക്കിയോ ടർബൈൻ ഇതൊക്കെ ഒരേപോലെ തന്നെയായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഹീറ്റ് ടു യൂസർ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു ഗിയർ ബോക്സ് എക്സ്ട്രാ ഉണ്ടാവും ഇതിൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഗിയർ ബോക്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറേറ്ററിൻ്റെ സ്പീഡ്, അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ആ ഒരു കൺട്രോൾ പോസിബിൾ അല്ല. നമ്മൾ ടർബൈൻ ഉപയോഗിച്ചിട്ട് ഡയറക്ട്ലി ആ കംപ്രസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് ഉപയോഗിച്ചിട്ട് സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അതേസമയം ഈ സിസ്റ്റത്തിൽ ജനറേറ്ററിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഗിയർ ബോക്സ്. അപ്പം ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് പവർ 50 ഹെർട്സിലുള്ളതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. മൈക്രോ ടർബൈൻസിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ടർബൈൻ ഹൈ സ്പീഡ് സിംഗിൾ ഷാഫ്റ്റ് ആവാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഷാഫ്റ്റ് ആവാം. ഓൾട്ടർനേറ്റർ, പവർ ഇലക്ട്രോണിക്സ് അറേഞ്ച്മെന്റ്, റെക്യുപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ റിക്കവേഴ്സ് ദി വേസ്റ്റ് ഹീറ്റ് ടു ഇംപ്രൂവ് ദി എനർജി എഫിഷ്യൻസി. അതായത് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഹീറ്റും ഉണ്ടാവും. സാധാരണ ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ വേസ്റ്റ് ഹീറ്റിനെ എന്ത് ചെയ്യാണ്, പിന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റാണ് റെക്യുപ്പറേറ്റർ എന്ന് പറയുന്നത്. നൗ പിന്നെ അതിൻ്റെ കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻക്ലൂഡ് എൻ്റയർ ടർബൈൻ കൺട്രോൾ മെക്കാനിസം, ഇൻവെർട്ടർ ഇൻ്റർഫേസ്, സ്റ്റാർട്ടപ്പ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് സിഗ്നൽ കണ്ടീഷൻ, ഡാറ്റ ലോഗിംഗ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ്. ഇനി അതിൽ നമ്മൾ അടുത്തായിട്ട് ഫ്യൂൽ സെൽസ് ആണ്. നമ്മൾ തുടക്കം മുതൽ പിന്നെ മൈക്രോ ടർബൈൻസിൻ്റെ മൈക്രോ CHP സിസ്റ്റത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. IC എൻജിൻസ്, സ്റ്റിർലിംഗ് എൻജിൻസ്, ദെൻ മൈക്രോ ടർബൈൻസ്, അതിനുശേഷം ഫ്യൂൽ സെൽസ് കാണാം. ആ ഫ്യൂൽ സെൽസിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് നമ്മൾ സാധാരണ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും ആൻഡ് ഇലക്ട്രോലൈറ്റ് റിട്ടേൺ ഇൻ എ മാട്രിക്സ്. ആൻഡ് ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അതിലൂടെ വായിച്ച് നോക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂൽ സെൽസ് പറയുന്നുണ്ട്. PMFC, PAFC, നൗ MCFC, SOFC പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ പിന്നെ CHP സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇനി നമുക്ക് സോളാർ PV സിസ്റ്റം, സോളാർ ഫോട്ടോവോൾട്ടൈക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ഇതിൽ ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.